LBS സെന്റർ നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഷെഡ്യൂൾഡ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ആർക്കും ഡൗട്ട് വേണ്ട, ഇനി എന്നായിരിക്കും അഡ്മിഷൻ അല്ലെങ്കിൽ അലോട്ട്മെൻറ്റുകൾ എന്ന് വരും എന്നുള്ള ടെൻഷൻ ആർക്കും വേണ്ട. കോളേജ് ജോയിനിങ് ഡേറ്റ് ഉൾപ്പെടെയുള്ള ഡേറ്റാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. LBS നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കലിൽ ലൈവ് നടന്നുകൊണ്ടിരിക്കുന്നത് ഓപ്ഷൻ രജിസ്ട്രേഷനാണ്. ഓപ്ഷൻ രജിസ്ട്രേഷൻ 15/8/2024 വരെയാണ് ചെയ്യാൻ പറ്റുന്നത്. ഇങ്ങനെ 15/8/2024 വരെ ലഭിച്ച ഓപ്ഷൻസിൻ്റെ അടിസ്ഥാനത്തിൽ 16/8/2024 ട്രയൽ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കും. 16-ാം തീയതി ട്രയൽ അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ 18-ാം തീയതി രാവിലെ 10 മണി വരെ നമുക്ക് ഓപ്ഷൻസിൽ എന്ത് ചേഞ്ച് ഉണ്ടെങ്കിലും ചെയ്യുവാൻ സാധിക്കും. എന്തെന്നാൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പുതുതായൊരു കോളേജോ കോഴ്സോ ആഡ് ചെയ്യുവാൻ സാധിക്കുകയില്ല. പക്ഷെ നമ്മൾ കൊടുത്ത കോളേജുകളും കോഴ്സുകളും റിമൂവ് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ റീ അറേഞ്ച് ചെയ്യുന്നതിനോ ഉള്ള സൗകര്യം LBSൻ്റെ ആപ്ലിക്കേഷനിൽ ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് ഏതെല്ലാം കോളേജുകളാണോ അല്ലെങ്കിൽ ഏതെല്ലാം കോഴ്സുകളാണോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ കോഴ്സുകളെല്ലാം തന്നെ 18-ാം തീയതി രാവിലെ 10 മണിക്ക് മുമ്പായി നൽകേണ്ടതാണ്. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ പുതുതായി അപ്രൂവൽ ലഭിക്കുന്ന കോളേജ് വരികയാണെന്നുണ്ടെങ്കിൽ ആ കോളേജുകളും കോഴ്സുകളും മാത്രമേ കൊടുക്കുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ 18-ാം തീയതി രാവിലെ 10 മണി വരെ ലഭിച്ച ഓപ്ഷൻസിൻ്റെ അടിസ്ഥാനത്തിൽ 19-ാം തീയതി ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കും. 19-ാം തീയതി ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞാൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് 20-ാം തീയതി മുതൽ 22-ാം തീയതി വരെയാണ് ടോക്കൺ ഫീസ് അടയ്ക്കുന്നതിനുള്ള സൗകര്യം. കോളേജിൽ എന്ത് ചെയ്യേണ്ട, ജോയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ടോക്കൺ ഫീസ് അടയ്ക്കുന്ന വിദ്യാർത്ഥികളെ മാത്രമേ അടുത്ത അലോട്ട്മെൻറ്റിലേക്ക് പരിഗണിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഓപ്ഷൻസിൽ എന്തെങ്കിലും റീ അറേഞ്ച്മെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ റീ അറേഞ്ച്മെൻറ്റ് ചെയ്യുന്നതിനും 22-ാം തീയതി വരെ സമയമുണ്ടായിരിക്കും. പുതുതായി കോളേജോ കോഴ്സോ കൊടുക്കുവാൻ സാധിക്കില്ല. എന്നാൽ കൊടുത്ത ഓപ്ഷൻസ് എന്ത് ചെയ്യാം, റീ അറേഞ്ച് ചെയ്ത് വയ്ക്കാം. അത് കഴിഞ്ഞ് സെക്കൻഡ് അലോട്ട്മെൻറ്റ് പറഞ്ഞിരിക്കുന്നത് 24/8/2024 24/8/2024 സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്ന കുട്ടികൾക്ക് ഫീ അടയ്ക്കുന്നതിന് 24 മുതൽ 29-ാം തീയതി വരെയാണ് സമയം. ഓപ്ഷൻസ് എന്ത് ചെയ്യാം, റീ അറേഞ്ച് ചെയ്യുകയും ചെയ്യാം. അടുത്തത് തേർഡ് അലോട്ട്മെൻ്റ് ആണ്. തേർഡ് അലോട്ട്മെൻറ്റ് പറഞ്ഞിരിക്കുന്ന ഡേറ്റ് 31/8/2024 31/8/2024 തേർഡ് അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ ഫീസ് അടയ്ക്കുന്നതിനുള്ള സൗകര്യം പറഞ്ഞിരിക്കുന്നത് 31/8/2024 മുതൽ സെപ്റ്റംബർ 3-ാം തീയതി വരെയാണ്. ഇങ്ങനെ സെപ്റ്റംബർ 3-ാം തീയതി വരെ ഫീസ് അടയ്ക്കുന്ന വിദ്യാർത്ഥികൾക്ക് 31-ാം തീയതി മുതൽ സെപ്റ്റംബർ 6-ാം തീയതി വരെ കോളേജ് ജോയിനിങ്ങിനുള്ള ടൈമാണ്. ഇങ്ങനെ തേർഡ് അലോട്ട്മെൻറ്റ് വന്നതിന് ശേഷമാണ് കോളേജിൽ ജോയിനിങ് ചെയ്യേണ്ടത്. അപ്പോൾ തേർഡ് അലോട്ട്മെൻറ്റ് വന്നതിന് ശേഷം നമ്മുടെ പ്രൊഫൈലിൽ ഒരു അലോട്ട്മെൻറ്റ് മെമ്മോ ജനറേറ്റ് ആവും. ഈ അലോട്ട്മെൻറ്റ് മെമ്മോ എടുത്താണ് കോളേജിൽ ജോയിനിങ് ചെയ്യേണ്ടത്. അപ്പോൾ കോളേജ് ജോയിനിങ് പറഞ്ഞിരിക്കുന്ന ഡേറ്റ് എന്ന് പറയുന്നത് 31/8/2024 മുതൽ സെപ്റ്റംബർ 6-ാം തീയതി വരെയാണ്. ഇങ്ങനെ സെപ്റ്റംബർ 6-ാം തീയതിക്ക് ശേഷം പിന്നെ വരുന്നത് സ്പെഷ്യൽ അലോട്ട്മെൻറ്റുകളോ അല്ലെങ്കിൽ സ്പോട്ട് അലോട്ട്മെൻറ്റുകളോ ആയിരിക്കും. അതിൻ്റെ ഷെഡ്യൂൾ വന്നിട്ടില്ല. അത് സെപ്റ്റംബർ 6-ാം തീയതിക്ക് ശേഷമേ വരികയുള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.